നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യ അടുത്ത വർഷം നാറ്റോ സഖ്യരാജ്യങ്ങൾ ആക്രമിക്കുമെന്നും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് വ്യക്തമായ യാതൊരു പദ്ധതിയും കയ്യിലില്ല എന്നുമാണ് ഇപ്പോൾ സെലൻസ്കി ആരോപിക്കുന്നത്. മ്യൂണിക്കിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിശദമായി തന്നെ ഫോണിൽ ഇക്കാര്യം ചർച്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് തങ്ങൾ ചർച്ച ചെയ്തത് എന്നാണ് ട്രംപ് പിന്നീട് വെളിപ്പെടുത്തിയത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം സമയമാണ് രണ്ട് രാഷ്ട്രത്തലവന്മാരും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ്റെ ഭാഗം കേട്ടിട്ടില്ല എന്നൊരു വാദമാണ് ഇപ്പോൾ സെലൻസ്കി ഉന്നയിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപും പുടിനും മാത്രം ചർച്ച നടത്തിയിട്ട് കാര്യമില്ല, തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതാണ് യുക്രൈൻ്റെ അവകാശവാദം. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും അമേരിക്ക കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. അതിൻ്റെ കഴിഞ്ഞ ദിവസം മ്യൂണിക്കിൽ വെച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പല നിർദ്ദേശങ്ങളോടുമുള്ള തൻ്റെ വിയോജിപ്പ് വാൻസിനോട് സെലൻസ്കി പ്രകടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സെലൻസ്കി പറഞ്ഞതിലെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യ അടുത്ത വർഷം യുദ്ധം ചെയ്യും എന്നുള്ളതാണ്. ഇതിനു മുന്നോടിയായി ഏതാണ്ട് 1.5 ലക്ഷത്തോളം സൈനികരെ റഷ്യയുടെ അയൽരാജ്യമായ ബെലാറസിലേക്ക് അയക്കാനാണ് പുടിൻ നീക്കം നടത്തുന്നത് എന്ന് വളരെ കൃത്യമായി തനിക്ക് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് സെലൻസ്കി പറയുന്നത്. പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനാണ് പുടിൻ ലക്ഷ്യമിടുന്നത് എന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത്. അതേസമയം യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കുന്ന കാര്യത്തിൽ അമേരിക്കയുടെ പുതിയ ഭരണകൂടം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അമേരിക്കയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ യുക്രൈൻ്റെ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം അമേരിക്കയിലെ വാഷിങ്ടണിൽ ചേർന്ന നാറ്റോ സഖ്യ കക്ഷികളുടെ വാർഷിക പൊതുസമ്മേളനത്തിലാണ് യുക്രൈന് അംഗത്വം നൽകാൻ തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് ഭരണം മാറി വരികയും ഇപ്പോൾ അവിടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ അമേരിക്ക ശക്തമായ വിയോജിപ്പ് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ജോ ബൈഡൻ ഭരണകൂടം സെലൻസ്കിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിൽ ആയുധങ്ങളും മറ്റുമൊക്കെ നൽകിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് നേരെ തിരിച്ചാണ്. സെലൻസ്കിയെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു നേതാവായിട്ട് തന്നെയാണ്, അതേസമയം പുടിനുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളായിട്ടുമാണ് ഡൊണാൾഡ് ട്രംപ് എപ്പോഴും അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനും യൂറോപ്യൻ സഖ്യകക്ഷികളുമൊക്കെ തന്നെ തങ്ങൾ സെലൻസ്കിക്ക്, അതായത് യുക്രൈൻ നൽകി വന്ന പിന്തുണ തുടരുക തന്നെ ചെയ്യുമെന്നും അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഒരുപക്ഷെ അമേരിക്ക മുന്നിട്ട് ഇറങ്ങി ഇപ്പോൾ നടത്തുന്ന സമാധാന ചർച്ചകളെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും ലോകത്തെ പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ യോജിക്കണം എന്നില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളോടും, ഉദാഹരണത്തിന് ഗാസ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല രാജ്യങ്ങളും ശക്തമായ വിയോജിപ്പ് തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടും ഉള്ളത്. യുക്രൈനെ പങ്കെടുപ്പിക്കാതെ ഒരിക്കലും സമാധാന ചർച്ച നടത്താൻ കഴിയുക ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും വെളിപ്പെടുത്തിയത്. അതേസമയം നാറ്റോയിൽ തങ്ങൾക്ക് അംഗത്വം നൽകാതിരിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളെ സഹായിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ യുക്രൈന് തങ്ങളുടെ സൈനിക ശേഷി 15 ലക്ഷമായി വർദ്ധിപ്പിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ സെലൻസ്കി പറയുന്നത്. കാരണം അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളും റഷ്യയല്ല ഇപ്പോൾ ഉയർത്തുന്ന ഭീഷണി നേരിടണമെങ്കിൽ അത്രയും വലിയൊരു സൈനിക സന്നാഹം തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ് സെലൻസ്കി പറയുന്നത്. മാത്രമല്ല റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പലതും തിരികെ തരണം എന്നും സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരിക്കലും റഷ്യയുടെ പ്രദേശമായി തങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ച സ്ഥലങ്ങൾ തിരിച്ചു കിട്ടുക എന്നുള്ളത് ഒരിക്കലും നടപ്പില്ലാത്ത സങ്കല്പത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ് എന്നാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ സമാധാന ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ അതിൽ സെലൻസ്കിയെ ഉൾപ്പെടുത്താതെ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ട്രംപും അമേരിക്കൻ ഭരണകൂടവും റഷ്യയും എല്ലാം മറുപടി പറയേണ്ടി വരും. ഏകപക്ഷീയമായ ഒരു തീരുമാനം ഒരുപക്ഷെ നടപ്പിലാക്കിയാൽ അതിനെ എതിർക്കാൻ തന്നെയായിരിക്കാം യുക്രൈൻ്റെ നീക്കം. ഇതിന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്.